തദ്ദേശ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപണവുമായി UDF-ഉം BJP-യും. കോഴിക്കോട് കോർപ്പറേഷനിലെ മാറാടിൽ ഒരു കെട്ടിട നമ്പറിൽ 327 വോട്ടർമാരെ ചേർത്തുവെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം. തിരുവനന്തപുരത്ത് ക്രമക്കേട് നടന്നുവെന്ന ആരോപണമുയർത്തി BJP തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടിക വിവാദത്തിന് പിന്നാലെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അട്ടിമറി നടന്നെന്ന ആരോപണമുയരുന്നത്. CPIM-നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങളാണ് മുസ്ലിം ലീഗിന്റെയും BJP-യുടേതും. കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടിക ക്രമക്കേടാണ് മുസ്ലിം ലീഗ് പുറത്തുവിട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന നേതാക്കൾ. 327 വോട്ടുകളാണ് ഒരൊറ്റ ബിൽഡിംഗ് നമ്പർ റൂം നമ്പറിൽ ചേർത്തിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഒരേ വോട്ടർ ID-യിൽ പല പേരുള്ളതായി കണ്ടെന്ന് BJP-യുടെ ആരോപണം. ക്രമക്കേട് സംബന്ധിച്ച് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നിരവധി വോട്ടർമാർക്ക് വോട്ട് കിട്ടത്തക്ക വിധത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. വാർഡ് വിഭജനത്തിന് ശേഷം വോട്ടർമാരുടെ എണ്ണം കൂടിയെന്ന ആരോപണം ഉയരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ പ്രക്രിയ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. 24 തിരുവനന്തപുരം.